ഹായ് വ്യൂവേഴ്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറാണ് ബ്രെഡും കട്ട്ലേറ്റും. ഒരു പൊറോട്ട ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ആലും ഉണ്ടായിരുന്നു, അതിനെ പിന്നെ നമ്മളിങ്ങനെ ആക്കി. ബ്രെഡ് ഉണ്ടായിരുന്നു, അപ്പം ബ്രെഡും കട്ട്ലേറ്റും കൂടെ ആക്കാമെന്ന് വിചാരിച്ച്. കരിഞ്ഞു പോയോ? ഇല്ല. കട്ട്ലേറ്റ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ ആലും ഇങ്ങനെ ബോളാക്കി പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തിട്ട് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഇവിടെ റോസ്റ്റായി വരുന്നുണ്ട്. റോസ്റ്റായോ? ഞാൻ തിരിച്ചിടാം. എല്ലാം കിഴങ്ങും നമ്മൾ ബോളാക്കിയിട്ട് ബ്രെഡ് ക്രംസിനകത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുട്ടയ്ക്കകത്ത് മുക്കി നമ്മൾ ക്രംസിനകത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബ്രെഡ് നമുക്ക് നെയ്യ് ഒഴിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. ബാക്കി മുട്ടയും പിന്നെ 2 മുട്ടയും കൂടി ഇട്ടിട്ട് നമ്മൾ ബ്രെഡ് ഓംലേറ്റ് ആക്കാമെന്ന് വിചാരിച്ച് ബ്രെഡും കൂടെ നമുക്ക് ഇതിനകത്ത് വെച്ചെടുക്കാം. 1 2 3 4. തിരിച്ചിടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓരോ പീസാക്കിയിട്ട് നമുക്ക് മുറിച്ചിടാം, അതാണ് ബെറ്റർ. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടാം മുട്ടയ്ക്ക് ഇട്ട്. പക്ഷെ നേരത്തെ ഇടണമായിരുന്നു, മുട്ടയ്ക്കകത്ത് ഇടണമായിരുന്നു. ഇതിൽ ബ്രെഡ് ഓംലേറ്റ്, ബ്രെഡ് റോസ്റ്റ് റെഡി. നമുക്കിനി ബ്രെഡ് കഴിക്കണമെങ്കിൽ ജാമുണ്ട്, നമുക്ക് ജാമും കൂട്ടി കഴിക്കാം. പിന്നെ കട്ട്ലേറ്റും. ഇത് അങ്കിത്തിനും ഒപ്പിക്കും കൊടുക്കാൻ പോവാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ, ബ്രെഡും കട്ട്ലേറ്റും കൊടുക്കാം അവർക്ക്. ദിസ് ഈസ് അവർ ഡിന്നർ ടുഡേ. ബ്രെഡ് ഓംലേറ്റ്, ബ്രെഡ് കട്ട്ലേറ്റ്. ജാമുടെ പദ്ധതി കാണാം. അപ്പം ഞങ്ങളുടെ ഒരു ദിവസത്തെ ഡിന്നറായിരുന്നു ഇത്. അപ്പം ഇവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല രാത്രി ഇന്നതേ കഴിക്കുമെന്നും. പക്ഷേ ചോറ് കഴിക്കത്തില്ല. ചോറ് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ കഴിക്കത്തുള്ളൂ ഇവിടെ കൂടുതലും. പിന്നെ രാത്രി വല്ല ചപ്പാത്തിയോ എന്തെങ്കിലും ടിഫിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസൊക്കെ ആയിരിക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ ബ്രെഡൊക്കെ കഴിച്ചു പോയി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.